വെറുതെ ഇത്തവണത്തെ റിസൾട്ട് കണ്ടായിരുന്നോ? യെസ്. അതായത് ഈ ഒരുപാട് മണിക്കൂർ കഷ്ടപ്പെട്ടിരുന്ന കുറേ പിള്ളേർ ആക്ച്വലി അവർക്ക് ഇത്തവണ പാസ്സാൻ പറ്റിയിട്ടില്ല. അലൻ, ഒരുപാട് മണിക്കൂർ ഇരുന്ന് പഠിച്ചു, ഹാർഡ് വർക്ക് ചെയ്തു എന്നുള്ളതൊക്കെ പോയിന്റാണ്. പക്ഷേ എൻ്റെ ചോദ്യം അതിൽ എത്ര അവേഴ്സ് എഫക്റ്റീവ് ആയിരുന്നു എന്നുള്ളതാണ്. ശരിയാണ്, നമ്മുടെ പല മക്കളും 10 to 12 അവേഴ്സ് ഇരുന്ന് പഠിക്കുന്നുണ്ട്, ഹാർഡ് വർക്ക് ഇടുന്നുണ്ട്. പക്ഷേ ആ പഠിക്കുന്നതിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് എഫക്റ്റീവായിട്ട് എത്ര മണിക്കൂർ പഠിക്കുന്നു അതിൻ്റെ റിസൾട്ടാണ് നമുക്ക് വരിക. അത് മാത്രമല്ല, ഈ പറയുന്ന കംപ്ലയിൻസിൽ ഏറ്റവും കൂടുതൽ റേസ് ആവുന്ന കംപ്ലയിൻ്റ് ആ പഠിക്കുന്ന ഓർമ്മ നിൽക്കുന്നില്ല എന്നുള്ള കാര്യം. അതെനിക്ക് തോന്നുന്നു ഇവരുടെ ഈ പ്രോസസ്സ് തന്നെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ഇവർ കൂടുതലും സബ്ജക്റ്റ് തീർക്കാൻ വേണ്ടിയിട്ടാണ് കൂടുന്നത്. അതായത് നമുക്ക് വേണമെങ്കിൽ അവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം, ഒരു 2 മണിക്കൂർ അവർ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 2 മണിക്കൂറിനകത്ത് ഒരു 1 hour 45 minutes പുതിയ കാര്യങ്ങൾ പഠിച്ചോട്ടെ. റിമൈനിങ് 50 minutes അവിടെ നിന്ന് എണീറ്റിട്ട് നടന്നിട്ടൊന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പഠനത്തിൻ്റെ പ്രോസസ്സിൽ തന്നെ ഒരു റിവിഷൻ വരുന്നുണ്ട്. പിന്നെ ഐ തിങ്ക് ഒരു 3rd day ഒരു റിവിഷന് വേണ്ടിയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ പഠിത്തം കുറച്ചും കൂടി എഫക്റ്റീവ് ആവും എന്നുള്ളത് ഉറപ്പാണ്. പ്ലസ് അവർ പഠിച്ചത് മറക്കുകയും കൂടി ഇല്ല. അതാണ് അൾട്ടിമേറ്റ്ലി ഈ എക്സാമിനകത്ത് എത്ര പഠിച്ചു എന്നുള്ളതല്ല, പഠിച്ചതിൽ എത്ര ഓർക്കാൻ പറ്റി എന്നുള്ളതിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത്. പിന്നെ അതുകൂടാതെ എനിക്ക് കിട്ടുന്ന മെസ്സേജസിൽ ഞാൻ കണ്ടേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക പിള്ളേരും ഈ എക്സാം ഹാളിൽ വെച്ചാണ് അവർക്ക് ഈ സ്ട്രെസ്സും പ്രഷറും ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ പോകുന്നത്. അപ്പോൾ ഇവർക്ക് കണ്ടന്റ് അറിയാം, പക്ഷെ അവർ ഇത്രയും പ്രഷർ അനുഭവിക്കുന്നതുകൊണ്ട് അവർ ഉത്തരങ്ങൾ തെറ്റാറുണ്ട്. ഇതാണ് മോസ്റ്റ്ലി എനിക്ക് കിട്ടാറുള്ളത്. അപ്പോൾ അതിനെന്തായിരിക്കും നമുക്കൊരു സജഷൻ പറയാൻ പറ്റുന്നത്? നമുക്ക് എന്തെങ്കിലും കാര്യത്തിനോടൊരു പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പേടി എങ്ങനെ മാറുക? നമ്മൾ ആ കാര്യം ചെയ്യുമ്പോൾ അല്ലേ? അപ്പോൾ എക്സാംസ് എഴുതാനാണ് പേടി, എക്സാം ഫേസ് ചെയ്യാൻ ആങ്സൈറ്റി. ആ ആങ്സൈറ്റി എങ്ങനെ മാറും? എക്സാംസ് എഴുതി തന്നെ മാറ്റണം. മോക്ക് എക്സാംസ് നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യുക. സോ അവരുടെ ആ ഒരു പ്രോബ്ലം അവിടെ സോൾവ് ആവും. പിന്നെ അതുപോലെ തന്നെ ഇവരിതെല്ലാം പ്രിപ്പയർ ചെയ്തു, പക്ഷേ ലാസ്റ്റ് ഡേ നമുക്ക് ഇഷ്ടംപോലെ മെസ്സേജസ് വരാനുണ്ട്. സാർ ടെൻസ്ഡ് ആണ്, ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങളുടെ എക്സാം പാസ്സാവുമോ? അപ്പോൾ അങ്ങനെയുള്ള പിള്ളേരോട് നമുക്ക് എന്താ ശരിക്കും പറയാൻ പറ്റുന്നത്? ആക്ച്വലി ഈ എക്സാം എഴുതുക എന്നുള്ള അവിടെ നമുക്കൊരു ചോയ്സ് ഉണ്ടോ? ഇല്ല. മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ഈ എക്സാം അറ്റൻഡ് ചെയ്യണം. പക്ഷേ ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളതിൽ നമുക്ക് 2 ചോയ്സ് ഉണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പോലെ നമ്മൾ പേടിച്ച് ടെൻഷൻ അടിച്ച് നമ്മളിൽ വിശ്വസിക്കാതെ പോയി അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് പോലും നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ലോ ആകും. ഇതേ ടൈമിൽ ഇത്രകാലം പഠിച്ചത് പ്രൂവ് ചെയ്യാനുള്ളൊരു ഡേ ആയിട്ട് എക്സാം ഡേനെ നമുക്ക് കണക്കാക്കാം. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഈവൻ അറിയാത്തൊരു ക്വസ്റ്റ്യൻ വന്നാൽ പോലും അത് ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഗെയിൻ ചെയ്യും. സോ അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ് അവോയ്ഡ് ചെയ്യുക. നിങ്ങളൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പറ്റും, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസോട് മുന്നോട്ട് പോവുക. അതെ, ആ പോയിന്റ് തന്നെയാണ്. അതായത് മിക്ക പിള്ളേരും ഉണ്ട്, ഇപ്പം ഒരു എക്സാമിൽ നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്യുന്ന സബ്ജക്റ്റ് അൺഫോർച്ചുനേറ്റ്ലി വൺ ഓഫ് ദ മോസ്റ്റ് ടഫസ്റ്റ് പേപ്പർ ആയിരിക്കാം. ആ സമയത്തും മിക്ക പിള്ളേരുടെയും ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്തു, പക്ഷേ ഈ പേപ്പറാണ് ടഫ്, അവിടെ പാസ്സാവില്ല. പക്ഷേ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് ജയിക്കാൻ അവിടെയും ഒരു 1% പ്രോബിലിറ്റി ഉണ്ടെങ്കിൽ പിള്ളേരുടെ മൈൻഡ് സെറ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കണം. ഞാനിത് പാസ്സാവണം, യെസ്, ഒരു 100 മാർക്സ് ഇതിൽ കിട്ടത്തില്ല, 60+ എനിക്ക് കിട്ടത്തില്ല, പക്ഷേ 40+ ഡെഫിനറ്റ്ലി മേടിക്കാൻ പറ്റും. അത് ആ 3 hours അവിടെ ആ സിൻസിയറായിട്ട് ഇരുന്നാൽ മാത്രമേ ഉള്ളൂ. ആ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വേറൊരു പേപ്പർ എളുപ്പമാണ്, ആ പേപ്പറിൽ സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും പാസ്സാൻ പറ്റും ആ അറ്റംപ്റ്റ്. സോ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത അറ്റംപ്റ്റിന് ഡെഫിനറ്റ് ആയിട്ട് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.